തൂക്കമേറിയ ലഗേജുകളുമായി ട്രെയിനിൽ കയറാൻ ഇനി കഴിയില്ല. ലഗേജ് തൂക്കി നോക്കി ഭാരം കൂടിയാൽ പിഴ അടയ്ക്കേണ്ടി വരും. വിമാനത്താവളം മോഡിലേക്ക് റെയിൽവേ മാറുകയാണ്. ട്രെയിനിൽ ലഗേജ് കൊണ്ടുപോകുന്നതിന് പരിധിയില്ലല്ലോ എന്ന് കരുതി ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് കാര്യമില്ല. ഇനി അനുവദനീയമായ പരിധിക്കപ്പുറം ലഗേജ് കൊണ്ടുപോകാൻ ആകില്ല. ട്രെയിൻ യാത്രക്കാർക്ക് കർശനമായ ബാഗേജ് നിയന്ത്രണങ്ങൾ നടപ്പിലാക്കാൻ ഇന്ത്യൻ റെയിൽവേ ഒരുങ്ങുകയാണ്. യാത്രക്കാരുടെ സൗകര്യം വർദ്ധിപ്പിക്കുക, അധിക വരുമാനം ഉണ്ടാക്കുക, സ്റ്റേഷനുകൾക്ക് ആധുനികവും വിമാനത്താവള ശൈലിയുമുള്ളതുമായ അന്തരീക്ഷം നൽകുക എന്നിവ ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് റെയിൽവേ ആരംഭിക്കാനൊരുങ്ങുന്നത്. പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിലെ ഇലക്ട്രോണിക് വെയിങ് മെഷീനുകളിൽ യാത്രക്കാർ ലഗേജുകൾ പരിശോധിക്കേണ്ടതുണ്ട്. അനുവദനീയമായ പരിധിക്ക് അപ്പുറം ലഗേജ് കൊണ്ടുപോകുന്നവരിൽ നിന്ന് അധിക ചാർജ് അല്ലെങ്കിൽ പിഴയോ ഈടാക്കും. യാത്രാ ക്ലാസ് അനുസരിച്ച് കൊണ്ടുപോകുന്ന പാക്കേജിനും വ്യത്യാസമുണ്ട്. AC ഫസ്റ്റ് ക്ലാസ്സിന് 70 കിലോ വരെയും AC 2 ടയറിന് 50 കിലോ വരെയും AC 3 ടയറിനും സ്ലീപ്പർ ക്ലാസ്സിനും 40 കിലോയും ജനറൽ ക്ലാസ്സിന് 35 കിലോ എന്നിങ്ങനെയായിരിക്കും ബാഗേജുകൾ കൊണ്ടുപോകാൻ സാധിക്കുക. ഭാരം പരിധിക്കുള്ളിലാണെങ്കിലും ട്രെയിനുകൾക്കുള്ളിലെ സ്ഥലം തടസ്സപ്പെടുത്തുന്ന തരത്തിൽ അമിത വലുപ്പമുള്ള ലഗേജുകൾക്ക് പിഴ ചുമത്താനുള്ള സാധ്യതയുമുണ്ട്. ദീർഘദൂര റൂട്ടുകളിലെ യാത്രക്കാർക്ക് കൂടുതൽ കാര്യക്ഷമമായും സുഖമായും യാത്രാ അനുഭവം ഉറപ്പാക്കുക എന്നതാണ് ഈ നീക്കത്തിന്റെ ലക്ഷ്യം. നവീകരിച്ച സ്റ്റേഷനുകളിൽ പ്രീമിയം സിംഗിൾ ബ്രാൻഡ് സ്റ്റോറുകൾ ആരംഭിക്കാനും റെയിൽവേ പദ്ധതിയിടുന്നുണ്ട്. വസ്ത്രങ്ങൾ, പാദരക്ഷകൾ, ഇലക്ട്രോണിക്സ്, യാത്രാ ഉപകരണങ്ങൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഷോപ്പുകളിൽ ലഭ്യമാകും. സാധുവായ ട്രെയിൻ ടിക്കറ്റ് ഉള്ള യാത്രക്കാർക്ക് മാത്രമാണ് ടെർമിനൽ ഏരിയയിലേക്ക് 2026 ഡിസംബർ മുതൽ പ്രവേശനം അനുവദിക്കുക. വിമാനത്താവളങ്ങളിലെ ബോർഡിംഗ് പാസിന് സമാനമായ രീതിയിലായിരിക്കും പ്രവർത്തനം. വിമാനത്താവളങ്ങളിലെ സന്ദർശക പാസിന് സമാനമായി യാത്രക്കാരല്ലാത്തവർക്ക് പ്ലാറ്റ്ഫോം ടിക്കറ്റും ആവശ്യമാണ്.